പക്ഷെ പാകിസ്ഥാൻ പിന്നോട്ട് പോകില്ലെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അവർ അങ്ങനെ ഒരു ശ്രമവുമായി തന്നെ ഒരു യുദ്ധം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് തക്കതായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. സംശയം വേണ്ട. നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ ബ്ലാക്ക് ഔട്ടിനിടയിൽ ജമ്മുവിലും സാംബയിലും ഒക്കെ ബ്ലാക്ക് ഔട്ടാണിന്ന്. ആ ബ്ലാക്ക് ഔട്ട് അതായത് പൂർണ്ണ ഇരുട്ട്, എല്ലാ ലൈറ്റുകളും അണച്ചുകൊണ്ട് ഇരുട്ടിൽ ഉള്ള സമയത്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സാംബ മേഖലയിൽ ഈ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ഡ്രോണുകളെ നേരിടുന്നത്. അതിന്റെ വിവരങ്ങൾ വരുന്നു. റെഡ് സ്ട്രീക്സ് വർ സീൻ ആൻഡ് എക്സ്പ്ലോഷൻസ് വർ ഹേർഡ് എന്നതാണ് പറയുന്നത്. ഇന്ത്യയുടെ സമഗ്രമായ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാനി ഡ്രോണുകളെ സാംബയിൽ കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട്, ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. ജമ്മുവിൽ വ്യാപകമായിട്ടുള്ള ആക്രമണമാണ്. ജമ്മു സാംബ നമുക്കറിയാം ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായിടമാണ്. സാംബയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നത്. പത്താൻകോട്ടിലുണ്ട്. സാംബയിൽ ഷെല്ലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഡ്രോൺ ആക്ടിവ്ലി റിപ്പോർട്ടഡ് എന്നാണ് പറയുന്നത്. കുപ്വാര, ഉറി, നൌഗാം, പൂഞ്ച്, ജമ്മു, പത്താൻകോട്ട് ഇത്രയും ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ജമ്മു ആൻഡ് കാശ്മീരിൽ ആക്രമണം നടക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങളിലാകെ, പഞ്ചാബിൽ വിവിധ ഇടങ്ങളിൽ, രാജസ്ഥാനിലേക്കും ഈ രീതിയിലുള്ള ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അതിർത്തി മേഖലയിൽ കനത്ത ജാഗ്രത ഇന്ത്യ തുടരുമ്പോഴും പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രകോപനം തുടരുന്നു. കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ വ്യോമപാത അടയ്ക്കാതെ ആളുകളെ, സിവിലിയൻസിനെ ബന്ദികളാക്കിക്കൊണ്ട് അങ്ങനെ ഒരു വ്യോമപാത അടയ്ക്കാതെ വിമാനങ്ങൾ പറത്തി അതേസമയം ഇങ്ങോട്ട് ആക്രമണം നടത്താനുള്ള കുബുദ്ധി പാകിസ്ഥാൻ കാണിച്ചത്, അതേ രീതിയിലുള്ള ശ്രമം ഇന്നും ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മനു, ഈ വലിയ രീതിയിലുള്ള തിരിച്ചടി ഏത് ആക്രമണം ഇങ്ങോട്ടുണ്ടായാലും അതിന് നൽകുമെന്നത് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് പാകിസ്ഥാൻ ഇന്നലെ അവർ ഇങ്ങോട്ട് നടത്തിയ ആക്രമണത്തിന് വലിയ ആഘാതം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇന്ന് 2 മണിക്കൂറിലധികം പ്രധാനമന്ത്രിയുടെ വസതിയിലെ യോഗം നീണ്ടു നിന്നു എന്നാണ് അറിയാൻ തുടരുകയാണ്. അതിനുശേഷം NSA മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട തന്ത്രപരമായ എല്ലാ ആളുകളുമായും തന്ത്രപരമായ ചുമതലകൾ വഹിക്കുന്ന എല്ലാവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ആർമി വെറ്ററൻസ്, സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർ, അവരെയെല്ലാം വിളിച്ച് പ്രധാനമന്ത്രി ഒരു ചർച്ച നടത്തി. അതിനുശേഷമായിരുന്നു സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ച. അതിനുശേഷം അജിത് ഡോവലുമായി ഒരു സെപ്പറേറ്റ് കൂടിക്കാഴ്ച. റോ മേധാവി അടക്കം ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു. മനു, വിവരങ്ങൾ. മനുവിലേക്ക് വരാം. മനു വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ആക്രമണം അതിർത്തിയിൽ ഉടനീളം തുടരുകയാണ്. അസം ചീഫ് മിനിസ്റ്റർ എയർ കമാൻഡറുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു. നമുക്കറിയാം അതിർത്തി മേഖലകൾ മാത്രമല്ല എല്ലായിടങ്ങളിലും ഒരേ ജാഗ്രത. എന്തിന് നമ്മളുടെ സംസ്ഥാനത്ത് പോലും പൂർണ്ണ ജാഗ്രതയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ കൂടിയാലോചനകൾ പലയിടങ്ങളിലും നടന്നു വരികയാണ്. അമൃത്സറിൽ 4 ബ്ലാസ്റ്റുകൾ കേട്ടു എന്ന വിവരമാണ്. സമാനമായ രീതിയിൽ 4 ഡ്രോണുകൾ കാണപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. 1 പാകിസ്ഥാനി ഡ്രോൺ ഡിസ്ട്രോയിഡ് ഇൻ രജൌരിയിൽ ഒരു പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ഡ്രോൺ ആക്രമിച്ച് ഇട്ടിരിക്കുന്നു. സാംബ ഡിസ്ട്രിക്റ്റിൽ അതാണ് ഏറ്റവും ശ്രദ്ധേയം. സാംബയിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ, സാംബയിൽ നടക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ അതേറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. കണ്ടിന്യൂസ് സൗണ്ട്സ് ഓഫ് 11 ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. സാംബയിൽ, കുപ്വാരയിൽ, ഉറിയിൽ, നൌഗാമിൽ, പൂഞ്ചിൽ, ജമ്മുവിൽ, പത്താൻകോട്ടിൽ, പൊഖ്റാനിൽ, അമൃത്സറിൽ ആൻഡ് രജൌരിയിൽ ഇത്രയിടങ്ങളിൽ ഡ്രോണുകൾ തകർക്കാൻ ഇന്ത്യക്കായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 300 മുതൽ 400 വരെ ഡ്രോണുകൾ, തുർക്കിഷ് നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം. 6 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 400ഓളം ഡ്രോണുകൾ, അതായത് അത്ര വിപുലമായ ഒരു ആക്രമണം നടത്താനാണ് അവർ ലക്ഷ്യമിട്ടത്. പക്ഷെ അതിൽ ഒരു ഡ്രോൺ പോലും അല്ലെങ്കിൽ ഒരു ആക്രമണത്തിനുള്ള ശ്രമം പോലും നിലം തൊടാതെ തോൽപ്പിക്കാൻ ഇന്ത്യക്കായി. ഇന്നും ഇന്ത്യ പൂർണ്ണ സജ്ജമാണ്. അത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അടക്കം പറഞ്ഞതാണ്.